നാണമാകുന്നു മേനി നോകുന്നു നിന്റെ കൈകൾ എന്നെ മുടുമ്പോ ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം ഇതെവിടെ പോയത്? ഇട്ടിട്ടില്ല. എടാ വെങ്കിടിയും കനകപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു. ശരിയാ? ആവോ. ഓ എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചിരി. കണ്ണും മൂക്കും ചിരിണ്ടൊക്കെ അയ്യോ ബാക്കിയൊക്കെ ഓൻ നോക്കിക്കോളും. അവളുടെ ഒരു ചിരി അവന്റെ ഒലിപ്പിക്കലും. നിങ്ങളെ രണ്ടാളുടെയും കൂടെ ഉള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ. നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നപ്പോ കാല് തെറ്റിട്ട് കുളത്തിൽ വീട് പോയതാണ് ഞാൻ. അല്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല. എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ ഇന്നത്തെ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ഞാനൊരു കോഴിയൊന്നുമല്ല. അയ്യോ കാട്ടാണ്. ആരെങ്കിലും ഓടി വരണേ. അതെ ഏത് നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു വെക്കാൻ. ഇനി പറയണല്ലോ എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിച്ചോ ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? പരിഭവം ഞങ്ങള് വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല. അത് വേറൊരു തമാശ. ആ മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ? വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ 2 ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടിയൊന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എന്തോന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. ഡോങ്കിയോ? അതെന്തോന്ന?
അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയും. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം, ഭയങ്കര രസമുള്ള കളി. എന്തു പറ്റി? കയറി നിന്നോളൂ മോളെ, എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ? ഇനി പപ്പടം കാച്ചാ മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല, ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചേച്ച് വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന് തൊലച്ചു. തോളച്ചെങ്കിൽ പെരിച്ചാഴിയായിരിക്കും. അച്ഛനൊന്നും ഉണ്ടായിരിക്കും. സാറ് വെളിയിൽ പോയി മരുന്ന് വാങ്ങിക്കണ്ട. വയറ്റിന് എന്താ അസുഖം? അസുഖം കുളിച്ചു തിരട്ടുന്നുണ്ടോ? അതല്ല, എരിച്ചിലെടുക്കുന്നുണ്ടോ? ഇത് വേറൊരു തരം വെപ്രാളമായിരിക്കും. വെപ്രാളം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ മോളെ? ടീച്ചർ വരുന്നുണ്ടോ നോക്ക്. ചെല്ലേ. അയ്യോ, ഇതൊരു തരം വയറിളക്കമാണേ. അയ്യോ, ഇത്രേ ഉള്ളോ? നല്ല ഒന്നാം തരം ചുക്ക് കഷായം ഇട്ട് തരാം. വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പ മാറും. അച്ഛാ, അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ. ഇവരൊക്കെ കഴിക്കുമ്പോ ഒരുപാട് നേരം. എനിക്ക് പോണോ? ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും. അവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. ടീച്ചറായിരിക്കും. അയ്യോ അമ്മ, അയ്യോ. ടീച്ചർ, ഇത് മാസ്റ്റർ. ഹലോ ടീച്ചർ, ഐ ആം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കൂ ടീച്ചർ. മീനു, അച്ഛനെവിടെ? ചെന്ന് വിളിക്കൂ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയൂ. നമുക്ക് ഡോങ്കി കളിക്കാൻ ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അച്ഛാ, അച്ഛ ടീച്ചറെ വിളിക്കുന്നു. അച്ഛാ, അച്ഛന് നല്ല സുഖമില്ല മോളെ. ടീച്ചറെ ഊണ് കഴിച്ചിട്ട് വേഗം പൊക്കോളാൻ പറ. അല്ലച്ഛാ, മാസ്റ്റർ അച്ഛനോട് ഡോങ്കി കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവനും ടീച്ചറോട് കളിച്ചോളാൻ പറ. അച്ഛന് വയറിന് നല്ല സുഖമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. ആ, വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന? അച്ഛനും വയറ്റിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടോ. മേജർ സാറേ, മേജർ സാറേ, വരൂ നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ. കഷായം വയറ്റുവേദനയ്ക്ക്. ഇപ്പൊ വയറിന് അസുഖം എനിക്കല്ല, ആപ്കാ പതിക്ക്. ഓടി ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കൂ. മീശയ്ക്കോ? വയറ്റുവേദനയോ? ശുക്ലാമൃതനും നീവും ശകിനും ചതുരുനിയും. ഇന്ന് ലേഡീസ് കുറവാണല്ലോ. ഗ്രീക്ക് ദേവി ദയായോ. ചൈന പ്രദർശനം കഴിഞ്ഞു. പരശുനമ്പൂതിരി തല കറങ്ങി 3 ലോകവും കണ്ടു. കിരീടവും ചൊക്കോലും തെളിഞ്ഞില്ല.
കാണിക്കില്ല. കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും. നാം എന്തിനും തയ്യാറാണോ? ശ്രീമുരുകനെ മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കവിളിൽ. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രതിഷ്ഠ വെച്ചോളൂ. അമ്മേ സിദ്ധിയാണ്. എനിക്കൊരു തെറ്റ് പറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അല്ല. അവൻ സുലൈമാനാ, സുലൈമാൻ. ഇപ്പൊ വിശ്വാസായ? ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാള് കുഴപ്പിക്കോ? പ്രകൃതി, മനോഹരി, നീലാംബരി. അവൻ ഉണ്ണികൃഷ്ണൻ അല്ല. ഞാൻ ജിന്നുമല്ല. അവൻ കുട്ടനല്ല. അവൻ അന്നോണിയല്ല. പിന്നെയോ സുലൈമാൻ, സുലൈമാൻ. വിശ്വാസം അല്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോ. കണ്ടോ? നിനക്ക് ഇഷ്ടം നീ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് പുല്ല. ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം. കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. ഒട്ടായി തുടങ്ങി. പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക. ഇയാളെന്തിനാ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ? ഇയാൾക്ക് വല്ല വട്ടുണ്ടാ? ആരാ നീ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധകടാ ചോദിച്ചത്. എന്താ എന്റെ പേര്? എന്റെ പേര് എത്ര കാലം ഇവിടെ കൂടിയിട്ട്? അച്ഛനപ്പൂമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന്റെ ഉദ്ദേശം? സത്യം പറയടാ. ഇനി അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണോ? വേണം. തല്ലുകൊണ്ടാലേ ബാധ പോകും. തല്ലുകൊണ്ട ബാധയല്ല പോവാ. ബോധം പോയാലേ ബാധ പോകൂ. ആഹാ. പോയോ? ആദ്യം പോയി, എല്ലാം പോയി. ഇനി പ്രദേശത്തുണ്ട്. നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടും. കൊണ്ടുപോയി കിടത്താ. പിടിച്ചോ. ഇതേതാ സ്ഥലം? 2 നാളായല്ലോ ഇയാള് കോപ്രാ കിടന്നിട്ട്. പന്നിയുണ്ട്, പന്നി. പരസ്യം അങ്ങോട്ട് ചെല്ല്, അവര് തരും. എന്താണോ ഇത്? നേർച്ച കുറച്ച് ആധുനിക. ഇങ്ങനെ ഒരു നേർച്ച സൽക്കമൃത്തിലില്ല. ഇത് ആഭിചാരമാണോ? തല്ലണ്ട. ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏത്? പോയിക്കോളൂ. ഇനി ഒന്നിനും വേണ്ടി അത്യാർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്. ഇയാളിത് അർഹിക്കുന്നു. സോറി. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. മാനുഷാദ എന്താ? വേണ്ട. കൊണ്ടുപോ. എന്ത് കയ്യിലെന്തിനാ ഇത് തന്നെ? എന്താ ഈ പുതി? ഈശ്വര, കോഴി. മുറുക്കാൻ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. കാര്യസ്ഥനായവേ അസലായി നിക്ക. ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ ദുശീലം? തുടങ്ങി 2 മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക. അങ്ങ് തരിക. തരില്ല. ഇങ്ങ് തരിക. പറ്റില്ല. ഇങ്ങ് തരികന്ന്. എന്നാ ശരിയാവില്ലെന്ന്. ഒരു നമ്പൂരി ചോദിച്ചാൽ നായര് കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്കാൻ. ഇത് ഞാൻ തരില്ല. പറഞ്ഞില്ലേ ഇങ്ങ് തരിക. ചേട്ടാ, ചേട്ടൻ എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ എന്തായി കാണണേ? പരശുനമ്പൂരി മാംസം ഭക്ഷിക്കുക. നമ്മുടെ കോഴിയല്ല, അയ്യോ, പുണ്യാർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണോ? ഒന്നും പറയണ്ട. കുറ്റം ചെയ്തിട്ട് അന്നിന്റെ തലയിൽ കെട്ടിവെക്കുന്നോ? മാറ്റാണ്ട. ഇയാളെ പിടിച്ച് പുറത്താക്ക. തമ്പുരാനെ തമ്പുരാനെ പട്ടീന്ന് വിളിക്കാൻ ശ്രമിക്ക.
ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. തൊടാണ് കൊണ്ടുപോവാ. ഉണ്ണികൃഷ്ണ പുണ്യാഹം തെളിച്ച് ശുദ്ധാക്കുക.